BD വേഴ്സസ് രമേശ് ചെന്നിത്തല, ഇവർക്ക് രണ്ടുപേർക്കിടയിൽ ഒരു പ്രശ്നമുണ്ടാകുന്ന ഒരു സാഹചര്യം വന്നാൽ KC പറന്നിറങ്ങി മുഖ്യമന്ത്രിയാകാനുള്ള AICCയുടെ എല്ലാവിധ ഒത്താശയോടും കൂടി വന്ന് മുഖ്യമന്ത്രിയാകാനുള്ള ഒരു സാധ്യതയും കാണുന്നു. മുഖ്യമന്ത്രി ആര് എന്നുള്ളതിന് നമ്മൾ ആരും തന്നെ പാർട്ടി പോലും പ്രവർത്തി കൊടുക്കാത്ത ഒരു സാഹചര്യമാണ്. അതായത് മറ്റു പാർട്ടി മുഖ്യമന്ത്രി ആര് എന്ന് അനൗൺസ് ചെയ്തപ്പോൾ പോലും നമ്മൾ മുഖ്യമന്ത്രി ആര് എന്നുള്ളതല്ല ചർച്ച ചെയ്യപ്പെടുന്നത്. നമുക്ക് എങ്ങനെ ഭരണത്തിൽ വരാം, എങ്ങനെ ജനങ്ങൾക്കൊരു മാറ്റം കൊടുക്കാം. അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ തിരഞ്ഞെടുപ്പ് സ്വാഭാവികമായിട്ടും സുതാര്യമായിട്ട് നടന്നൊരു തിരഞ്ഞെടുപ്പെന്ന് നമ്മളൊക്കെ വിശ്വസിക്കുന്നു. 1ാം സ്ഥാനം നേടിയ രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്താകുമ്പോൾ 2ാം സ്ഥാനം നേടിയ അബിൻ വർക്കിയാണ് ആ സ്ഥാനത്തേക്ക് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് എന്ന് പറയുന്ന സ്ഥാനത്തേക്ക് വരേണ്ടത്. പക്ഷെ വന്നത് 4ാം സ്ഥാനം നേടിയ OJ ജനീഷ് കുമാർ എന്ന് പറയുന്ന വ്യക്തിയാണ്. അതിനെക്കുറിച്ചുള്ള ധാരണയില്ല. അപ്പോൾ എളുപ്പമുണ്ടല്ലോ. വേറൊരാൾക്ക് നേരെയുള്ള ഒരു ചവിട്ടും കൂടിയായിട്ടാണ് എനിക്ക് തോന്നിയത്. രമേശ് ചെന്നിത്തല വ്യക്തിപരമായിട്ട് പറഞ്ഞു, നമുക്ക് പ്രസിഡന്റ് ഉണ്ടല്ലോ എന്നിങ്ങനെ തോളിൽ കൈതട്ടി എല്ലാ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞിട്ട് അവിടെ നിന്ന് ചവിട്ടി OJ ജനീഷിനെ ആക്കുമ്പോൾ അത് പരോക്ഷമായിട്ട് ഇതൊക്കെയാണ് പറഞ്ഞത്. കോൺഗ്രസിന്റെ ഉള്ളിൽ നടക്കുന്ന ചില പൊളിട്രിക്സ് ഉണ്ട്. അവർക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു മാറ്റം വന്നാൽ മാത്രമേ ഒരു പൊളിറ്റീഷ്യൻ എന്നുള്ളതിൽ ഉപരിയായിട്ട് അവരോടൊപ്പം നിൽക്കുന്ന ഒരാളെന്നുള്ള രീതിക്ക് പറയുകയാണ്, കേരളത്തിൽ ഇനിയെങ്കിലും ഒരു മാറ്റം വന്നില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടായി തീരും. അപ്പം സ്വാഭാവികമായിട്ടും വൈഷ്ണവ് പറഞ്ഞതനുസരിച്ചാണെങ്കിൽ അധികാര മോഹികളാരും കോൺഗ്രസിലില്ല അല്ലേ? എല്ലാവർക്കും ഇന്നലെ തന്നെ ഒരു ഇന്റർവ്യൂവിൽ VD സാർ പറയുന്നുണ്ട്, എനിക്ക് മുഖ്യമന്ത്രി ആകണമെന്ന് ആഗ്രഹമില്ല എന്ന് പറഞ്ഞാൽ അത് വെറും കള്ളം പറയുന്നതാണ്. പക്ഷേ എനിക്ക് ത്യാഗം ചെയ്യണമെങ്കിൽ ഞാൻ ത്യാഗവും ചെയ്യും, എനിക്കതിനകത്ത് കുഴപ്പമൊന്നുമില്ല. അതാണ് ആ സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്പർ 1 സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. ആ സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കുറച്ചുകൂടി ഇഷ്ടം കൂടി എനിക്ക് പുള്ളിയോട്. അതെ, കാരണം മുഖ്യമന്ത്രി ആവുക, കേരളത്തിന്റെ മുഖ്യമന്ത്രി ആവുക എന്ന് പറയുന്നത് ആവണോ, കേരളത്തിലെ മുഖ്യമന്ത്രി ആവണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആവണ്ടെന്ന് ആരെങ്കിലും പറയൂ? ഇയാള് പറയോ? ഇല്ല. അപ്പോ പുള്ളി പിന്നെ രണ്ടാമത്തെ പുള്ളിയുടെ സ്റ്റേറ്റ്മെന്റ് എന്താ, എന്റെ പാർട്ടിക്ക് വേണ്ടി ത്യാഗം ചെയ്യാൻ ഞാൻ തയ്യാറാണ്. അതുപോരെ ഒരു ഓപ്പോസിഷൻ ലീഡർ അത് പറയാന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലൂടെ തന്നെയായിരിക്കും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോകുന്നത്. KC വേണുഗോപാൽ സാർ ആയാലും VD സതീശൻ സാർ ആയാലും രമേശ് ചെന്നിത്തല സാർ, അപ്പോൾ ഇവരെല്ലാവരും എങ്ങനെയെങ്കിലും ഭരണത്തിൽ പാർട്ടിയെ കൊണ്ടെത്തിക്കണം എന്നുള്ളതാണ്. KC വേണുഗോപാൽ സാർ എന്താ പറഞ്ഞത്, പാർട്ടിയാണ് വലുത് എന്നുള്ളത് അദ്ദേഹം തന്നെ സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. അപ്പോൾ പാർട്ടിയാണ് വലുത് എന്നുള്ള ഒരു ചിന്താഗതിയോട് കൂടിയാണ് എല്ലാവരും പോകുന്നത്. അപ്പോൾ അല്ലാതെ തമ്മിൽ തല്ലാൻ വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയമായിരിക്കില്ല ഇനി ആ ഒരു സാഹചര്യമായിരിക്കില്ല ഇപ്പോഴത്. പാർട്ടിയെ ഭരണത്തിലേക്ക് കൊണ്ടുവരിക, കേരളത്തിൽ ഒരു മാറ്റം കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് എല്ലാവരും കൂടുതലായി ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പേഴ്സണലി ചോദിക്കുകയാണെങ്കിൽ ആര് മുഖ്യമന്ത്രി ആകണമെന്നാണ് വൈഷ്ണവ് ആഗ്രഹിക്കുന്നത്? അല്ല, ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ നമ്മൾ പാർട്ടിയുടെ ഒരു ഔദ്യോഗിക പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളാണ്. അപ്പൊ നിലവില് സിറ്റിംഗ് കൗൺസിലർ കൂടിയാണ്. അപ്പൊ ആര് മുഖ്യമന്ത്രി ആകണം എന്ന് പേഴ്സണലി ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ പറയാനൊരു പേര്, ഇപ്പോ നമ്മുടെ ലീഡർഷിപ്പിൽ വരുന്ന എല്ലാവരും തന്നെ, ഇപ്പോ VD സതീശൻ സാർ ആയാലും KC വേണുഗോപാൽ സാർ ആയാലും K മുരളീധരൻ സാർ ആയാലും രമേശ് ചെന്നിത്തല സാർ ആയാലും എല്ലാവരും തന്നെ വളരെ സീനിയർ ആയിട്ടുള്ള ആ ഒരു അടിത്തട്ടിൽ നിന്ന് തന്നെ വളർന്നു വന്ന ആളുകളാണ്. വിദ്യാർത്ഥിപക്ഷ പോരാട്ടങ്ങളിലൂടെ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഇവരെയൊക്കെ ഈ ഇപ്പം VD സതീശൻ സാറാണെങ്കിലും അല്ലെങ്കിൽ KC വേണുഗോപാൽ സാറാണെങ്കിലും ഇവരെ എല്ലാവരെയും ഈ വളർത്തിക്കൊണ്ട് വന്ന ആളെന്ന് പറയുന്നത് രമേശ് ചെന്നിത്തല സാറാണ് എന്നുള്ളതാണ്. രമേശ് ചെന്നിത്തലയാണ് ഇവർക്കെല്ലാം പ്രചോദനം നൽകി ഇവരുടെ എല്ലാം സത്യം പറഞ്ഞാൽ ഗുരു എന്ന രീതിയിൽ പിടിച്ചു കയറ്റിയത് അദ്ദേഹമാണ്. പക്ഷെ അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു സ്ഥാനവും പാർട്ടിയിലില്ല. അപ്പോൾ അതുപോലെ തന്നെ എല്ലാ സമുദായ സംഘടനകൾക്കും വളരെ ഇഷ്ടമുള്ളൊരു വ്യക്തിയും കൂടിയാണ് രമേശ് ചെന്നിത്തല. അപ്പം അങ്ങനെ നോക്കുമ്പോൾ അവസാനം കറങ്ങി തിന്നെ ആ ഒരു കോർട്ടിൽ അല്ലേ രമേശ് ചെന്നിത്തല വന്ന് നിൽക്കാനുള്ള സാധ്യത ഉണ്ട്. പക്ഷെ അപ്പോൾ സ്വാഭാവികമായിട്ടും അപ്പോഴുള്ള പാർട്ടി ഇൻഫ്ലുവൻസ് എങ്ങനെയാണോ, സാഹചര്യങ്ങൾ എങ്ങനെയാണോ, ജയിച്ചു വന്ന കാൻഡിഡേറ്റ്സ് ആരൊക്കെയാണോ, പാർട്ടിയിലെ അതൊക്കെ തീരുമാനിക്കുന്ന AICC വഴിയൊക്കെയാണ് അതൊക്കെ തീരുമാനം വരുന്നത്. അപ്പോൾ AICCയുടെ നേതൃത്വത്തിലിരിക്കുന്ന KC വേണുഗോപാലിന് വേണമെങ്കിൽ പറന്നിറങ്ങി വേണമെങ്കിൽ ഒരു ഇവർ രണ്ടുപേരുടെയും അതായത് സ്വാഭാവികമായിട്ടും BD വേഴ്സസ് രമേശ് ചെന്നിത്തല, ഇവർക്ക് രണ്ടുപേർക്കിടയിൽ ഒരു പ്രശ്നമുണ്ടാകുന്ന ഒരു സാഹചര്യം വന്നാൽ KC പറന്നിറങ്ങി മുഖ്യമന്ത്രിയാകാനുള്ള AICCയുടെ എല്ലാവിധ ഒത്താശയോടും കൂടി വന്ന് മുഖ്യമന്ത്രിയാകാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ടല്ലേ?
ഇതിലൊരു പ്രധാന പോയിന്റ് എന്ന് പറയുന്നത് മുഖ്യമന്ത്രി ആര് എന്നുള്ളതിന് നമ്മൾ ആരും തന്നെ പാർട്ടി പോലും പ്രവർത്തി കൊടുക്കാത്ത ഒരു സാഹചര്യമാണ്. അതായത് മറ്റു പാർട്ടി മുഖ്യമന്ത്രി ആര് എന്ന് അനൗൺസ് ചെയ്തപ്പോൾ പോലും നമ്മൾ മുഖ്യമന്ത്രി ആര് എന്നുള്ളതല്ല ചർച്ച ചെയ്യപ്പെടുന്നത്. നമുക്ക് എങ്ങനെ ഭരണത്തിൽ വരാം, എങ്ങനെ ജനങ്ങൾക്കൊരു മാറ്റം കൊടുക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്നും ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അത്തരം ചർച്ചകളാണ് നടക്കുന്നത്. അപ്പോൾ അതിൽ മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് ആരായിരിക്കും അല്ലെങ്കിൽ ഭരണത്തിൽ വന്ന മുഖ്യമന്ത്രി ആരായിരിക്കും എന്നുള്ളതിന് ഇപ്പോൾ നിലവിൽ അതിന് പ്രസക്തി ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് സ്വാഭാവികമായിട്ടും സുതാര്യമായിട്ട് നടന്ന ഒരു തിരഞ്ഞെടുപ്പെന്ന് നമ്മളൊക്കെ വിശ്വസിക്കുന്നു. അതിൻ്റെ അകത്ത് വേറെ എന്തൊക്കെ നടന്നിട്ടുണ്ടെന്നും പറയുന്നു. അതിനിപ്പം ചർച്ചാ വിഷയമാക്കണ്ട. എങ്കിൽ പോലും യൂത്ത് കോൺഗ്രസ് തിരഞ്ഞെടുപ്പിൽ 1ാം സ്ഥാനം നേടിയ രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്താകുമ്പോൾ 2ാം സ്ഥാനം നേടിയ അബിൻ വർക്കിയാണ് ആ സ്ഥാനത്തേക്ക് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് എന്ന് പറയുന്ന സ്ഥാനത്തേക്ക് വരേണ്ടത്. പക്ഷെ വന്നത് 4ാം സ്ഥാനം നേടിയ OJ ജനീഷ് കുമാർ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഈ OJ ജനീഷ് കുമാർ എന്ന് പറയുന്ന വ്യക്തി KC വേണുഗോപാൽ പക്ഷത്തിൻ്റെ ഏറ്റവും വലിയൊരു യൂത്തിൻ്റെ നേതാവായിട്ട് നിലനിൽക്കുന്ന ആളുമാണ്. ആണോ? അല്ലേ? ആണോ? ആണെന്നാണ് ഞാൻ ധാരണയില്ല. അപ്പോൾ എളുപ്പമുണ്ടല്ലോ. പിന്നെ അതിലൊന്നും സ്കിപ്പ് ആകാൻ. അങ്ങനെയാണെങ്കിൽ ബിനു ചേട്ടൻ ഉണ്ടായിരുന്നല്ലോ ലിസ്റ്റില്. അങ്ങനെ ഒരു അനാലിസിസിലൂടെയാണ് അത്തരം ഒരു പോസ്റ്റിലേക്ക് ശ്രീ OJ ജനീഷ് വന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അബിൻ ചേട്ടൻ എന്ന് പറയുന്നത് അത്രയും പ്രോമിനന്റ് ആയിട്ടുള്ള, എന്റെ ഇലക്ഷൻ ഉൾപ്പെടെ എന്റെ വാർഡിൽ വന്ന ഒരാളാണ് അബിൻ ചേട്ടൻ. അബിൻ ചേട്ടൻ വന്നിരുന്നു, ജനീഷ് ചേട്ടൻ വന്നിരുന്നു, ബിൻ ചേട്ടൻ, എല്ലാവരും 3 പേരും വന്നു. ഞാനൊക്കെ പേഴ്സണലി ആഗ്രഹിച്ചതും ആകുമെന്ന് കരുതിയിരുന്നതും അബിൻ വർക്കി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റിലേക്ക് വരുമെന്നാണ്. അബിൻ ചേട്ടൻ എന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആണ്. വളരെ ആക്റ്റീവ് ആയിട്ടുള്ള വൈസ് പ്രസിഡന്റ്മാരിൽ ഒരാൾ അബിൻ ചേട്ടനാണ്. പിന്നെ പുള്ളി ദേശീയ സെക്രട്ടറി കൂടി ആയിട്ടുണ്ട്. അപ്പോ പുള്ളിക്ക് താല്പര്യമില്ലാന്ന് പുള്ളി ഓൾറെഡി പറഞ്ഞു. അപ്പൊ പുള്ളി വളരെ ലൈവായി നിൽക്കുന്ന ഒരാളാണ്. അതുപോലെ തന്നെ അതിനേക്കാൾ വലിയൊരു അതിൻ്റെ അകത്ത് ഒരു പ്രശ്നം എന്ന് പറയുന്നത് അത് വേറൊരാൾക്ക് നേരെയുള്ള ഒരു ചവിട്ടും കൂടിയായിട്ടാണ് എനിക്ക് തോന്നിയത്. രമേശ് ചെന്നിത്തല വ്യക്തിപരമായിട്ട് പറഞ്ഞു, നമുക്ക് പ്രസിഡന്റ് ഉണ്ടല്ലോ എന്നിങ്ങനെ തോളിൽ കൈതട്ടി എല്ലാ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞിട്ട് അവിടെ നിന്ന് ചവിട്ടി OJ ജനീഷിനെ ആക്കുമ്പോൾ അത് പരോക്ഷമായിട്ട് ഇതൊക്കെയാണ് പറയുന്നത്. കോൺഗ്രസിന്റെ ഉള്ളിൽ നടക്കുന്ന ചില പൊളിട്രിക്സ് ഉണ്ട്. പൊളിറ്റിക്സ് അല്ല, പൊളിട്രിക്സ്. ഈ പറഞ്ഞ പോലെ ഇത്തരം വാർത്തകൾ കുറെയൊക്കെ മാധ്യമ സൃഷ്ടിയാണ്. ഇത് മാധ്യമ സൃഷ്ടിയാണ്. കാരണം ഇതിനകത്ത് നിൽക്കുന്ന നമ്മൾ പോലും ചിന്തിക്കാത്ത, നമ്മൾ പോലും ശ്രദ്ധിക്കാത്ത പല കാര്യങ്ങളും മാധ്യമങ്ങളിലൂടെ വളരെ നന്നായി തന്നെ ഇപ്പൊ വട്ടിയൂർക്കാവിന്റെ കാര്യം തന്നെ പറഞ്ഞല്ലോ. പാർട്ടി അതൊരു ഡിസിഷൻ എടുത്തിട്ടില്ല, എനിക്ക് അതിനെക്കുറിച്ച് യാതൊരു അപ്ഡേഷനും ഇല്ല. പക്ഷെ ഇതെല്ലാം മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന്റെയൊക്കെ ആ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് എവിടെയാണ് എന്നുള്ളതാണ് നമ്മൾ തിരക്കേണ്ടത്. അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചിട്ട് നമുക്ക് ചെറിയൊരു പോഡ്കാസ്റ്റ്, നമ്മുടെ ചെറിയ കുട്ടിക്കാലം ഇതൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. മടുത്ത് തുടങ്ങിയെന്ന് തോന്നുന്നു അല്ലേ? കുഴപ്പമില്ല. ഓൾറെഡി ഞാൻ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. അതായത് ഏറ്റവും ഇഷ്ടമുള്ള യുവ നേതാവ് ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ല. ആ ഉത്തരം കിട്ടണം. യുവ നേതാവ് എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതലും ശ്രദ്ധിക്കുന്നത് കുറച്ച് സീനിയർ ആയിട്ടുള്ള, നമ്മൾ കൂടുതലും ഒരു എക്സാമ്പിൾ ആക്കാൻ ആഗ്രഹിക്കുന്നത് സീനിയർ ലീഡേഴ്സിൽ നിന്നായിരിക്കും. അതൊക്കെ അല്ല, എങ്കിൽ പോലും നമ്മൾ യുവാക്കളുടെ പക്ഷത്ത് നിൽക്കുന്നതാണ്. യുവാക്കൾക്ക് കൂടുതൽ പ്രാതിനിധ്യം ലഭിക്കണം എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ യുവ നേതാക്കളെ നമുക്ക് എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ആയിട്ട്. അല്ല, എൻ്റെ ഒരു പേഴ്സണൽ കാര്യം എന്ന് പറഞ്ഞാല് ഞാൻ ആരെയും അങ്ങനെ പ്രത്യേകിച്ച് ഒരു വ്യക്തിയെ പ്രത്യേകിച്ച് ഒരു റോൾ മോഡലായി കാണുന്ന ആളല്ല. എല്ലാ വ്യക്തികൾക്കും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും ഉണ്ടാവും. അപ്പോൾ നമ്മൾ എല്ലാവരെയും കണ്ട് അവരുടെ പോസിറ്റീവ് സൈഡുകൾ ഓരോന്നോരോന്നായി നമ്മൾ ചൂസ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ആ ഒരു കാര്യമാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് ഒരാളുടെ പേരായിട്ട് പറയാനൊന്നും. ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന യുവ നേതാവിനെ എങ്ങനെയാ നോക്കി കാണുന്നത്? ഷാഫിക്ക ഭയങ്കര ലൈവായിട്ടുള്ള നമ്മുടെ ഷാഫിക്ക എന്ന് പറയുന്ന ഓർത്ത് ഷാഫിക്ക പറഞ്ഞില്ല കേട്ടോ. അല്ല, ഈ പറഞ്ഞ പോലെ യങ്സ്റ്റേഴ്സിന്റെ ഇടയിൽ വളരെ സജീവമായിട്ടുള്ള ഒരാളാണ് ഷാഫിക്ക. പിന്നെ ഷാഫിഖാനെയൊക്കെ അമ്മമാര് സ്നേഹിക്കാനായിട്ട് നമുക്ക് കൊതിയാവും. നമ്മളൊന്നും ഇങ്ങനെ ആരും ശ്രദ്ധിക്കുന്നില്ലല്ലോ എന്നൊക്കെ നമ്മൾ ചില സമയത്ത്. കാരണം പുള്ളിക്കുള്ള ഒരു ഫാൻ ബേസ് എന്ന് പറയുന്നത് ഭയങ്കരമാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഫാൻ ബേസ് ഉള്ള ഒരു യുവ നേതാവ് ഷാഫിഖ് തന്നെയാണ് നമുക്ക് പറയുന്നത്. ഒരു സംശയമില്ല. ഏത് പാർട്ടിയിലാണെങ്കിലും പിന്നെ തീർച്ചയായും ബഹുദൂരം പിന്നിലാണ് എം സ്വരാജൊക്കെ. പിന്നീട് എം സ്വരാജ് ആണ് അങ്ങനെ പ്രസന്റ് ചെയ്യാൻ ഒരു യങ്സ്റ്റർ ഇല്ല, അങ്ങനെ തന്നെ പറയാം. ഉള്ളത് എം സ്വരാജ് ആണ്, പക്ഷെ ബഹുദൂരം പിന്നിലാണ്. അതെ. പിന്നെ അപ്പോൾ ഷാഫിക്കയുടെ ഫാൻ ബേസ്
നമ്മളെല്ലാവരും അതിൽ നിന്ന് കുറച്ച് കിട്ടിയിരുന്നെങ്കിൽ എന്നാലോചിക്കുന്ന ആഗ്രഹിക്കുന്ന ആളുകളാണ്. ആ ഫാൻ ബേസിനെ തകർക്കാനുള്ള ഒരു ഗൂഢശ്രമം, അതായത് ഷാഫി പറമ്പിലിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇഷ്യൂ തന്നെ മുന്നിൽ വെച്ച് ഷാഫി പറമ്പിലിനെതിരായിട്ടുള്ള ഒരു ഒളി യുദ്ധം, അല്ലെങ്കിൽ എന്താ പറയുക, ഗറില്ല വാറ് മറ്റു പലയിടത്തു നിന്നും നടക്കുന്നതായിട്ട് തോന്നുന്നുണ്ടോ? അല്ല, അത് ഞാൻ തോന്നുന്നുണ്ടോ കേട്ടോ, ഞാൻ കണ്ടെടുത്തോളം അതൊന്നും നമ്മുടെ പാർട്ടിയിൽ നിന്ന് എന്താ വന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതെല്ലാം സാമൂഹ്യ മാധ്യമങ്ങളിൽ സൃഷ്ടിക്കപ്പെട്ട ട്രോളുകളും കാര്യങ്ങളും ഒക്കെയാണ്. നമ്മൾ അതിന് വലിയ പ്രയോറിറ്റി കൊടുക്കേണ്ട ആവശ്യമുണ്ടെന്ന് പാളയത്തിൽ ഉണ്ടോ ഷാഫി പറമ്പിലിനെതിരായിട്ട്? ഇല്ല, അങ്ങനെ ഞാൻ ഇത്രത്തോളം ഈ വളർന്നു വരുന്നതിൽ ആർക്കെങ്കിലും ഒക്കെ ഒരു കണ്ണുകെട്ടി തോന്നുന്നുണ്ടോ? ഒരിക്കലും ഉണ്ടാകാൻ സാധ്യതയില്ല. അപ്പോൾ ഈ കെ ശൈലജയെ പരാജയപ്പെടുത്തിയതിന് ശേഷമാണ്, ശൈലജ ടീച്ചറിനെ പരാജയപ്പെടുത്തിയതിന് ശേഷമാണ് CPM സൈബർ വിങ്ങുകൾക്ക് ഒരു കണ്ണിലെ കരടായിട്ട് ഷാഫി പറമ്പിൽ മാറിയത്. അതിനുശേഷമാണ് ഇത്രത്തോളം ട്രോളുകൾ സജീവമായിട്ട് ഈ ഷാഫി പറമ്പിലെതിരായിട്ട് വന്നു തുടങ്ങിയത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം കൂടി ആയി കഴിഞ്ഞപ്പോൾ ചേട്ടൻ അനിയൻ അല്ല, ഈ അടുത്ത് വളരെ പ്രധാനപ്പെട്ടൊരു മാങ്കൂട്ടം പറമ്പില്ലാതെ വളരില്ലല്ലോ എന്ന് ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രിയാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ്. മാങ്കൂട്ടം പറമ്പിലല്ലേ വളരൂ, അങ്ങനെ ആ ഒരു രീതിയിൽ എന്തോ ഒരു സംസാര അല്ലെങ്കിൽ ഒരു പോസ്റ്റാണ് കണ്ടത്. അതൊക്കെ ഒരു ഒളിയമ്പായിട്ട് തോന്നുന്നുണ്ടോ? ഷാഫി പറമ്പിലെ തകർത്താൽ പോസ്റ്റ് ചെയ്തത് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയാണല്ലോ. അതൊരു ഒളിയമ്പായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ലല്ലോ. അത് പുറത്തുനിന്ന് വരുന്ന അറ്റാക്കുകളാണ്. എങ്ങനെയാണ് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിനെ നോക്കുകയാണെന്ന് എങ്ങനെയാണ്? അല്ല, അദ്ദേഹം എന്ന് പറയുന്നത് വളരെ സീനിയർ ആയിട്ടുള്ള ഒരു നേതാവാണ്. അപ്പോൾ നമ്മളൊക്കെ വളരെ ചെറുപ്പകാലം മുതൽ കണ്ടുവരുന്ന നേതാവ് കൂടിയാണ് അദ്ദേഹം. പിന്നെ ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ ചില സ്റ്റേറ്റ്മെന്റ്സിലുള്ളൊരു പ്രശ്നം ആളുകളും ശ്രദ്ധിക്കുന്ന ഒന്നാണ്. ചിലപ്പോൾ അത് എന്തെങ്കിലും വൈകാരിക കൊണ്ടൊക്കെ ആകാം, നമുക്കറിയില്ലല്ലോ. ഓരോരുത്തരുടെ പേഴ്സണൽ ഇഷ്യൂസ് എന്താണെന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ അങ്ങനെയോ നാളെ നമ്മൾ എന്താവും നമുക്കറിയില്ല. അതൊന്നും നമ്മൾ വലുതായിട്ട് പരാതിപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. ഈ പിണറായി വിജയന്റെ ഒന്നാം സർക്കാരിൽ നിന്നും രണ്ടാം സർക്കാരിലേക്ക് വരുമ്പോഴുള്ള ഏതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ട സർക്കാർ? അല്ല, ഇത് ഒന്നാം സർക്കാർ ആയിരുന്നപ്പോൾ കുറച്ചുകൂടി ആളുകളെ, അതായത് കേരളത്തിലുള്ള സാധാരണക്കാരായിട്ടുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ കുറച്ചും കൂടി കാര്യക്ഷമമായിട്ട് നടത്തിയിരുന്നു. അതായത് ദിനം പ്രതി കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കുന്ന തരത്തിലുള്ള ആളുകളെ കുറച്ചുകൂടി കൺസിഡർ ചെയ്തിരുന്നു എന്നാണ് ഞാൻ മനസ്സിലായത്. പക്ഷെ അത് 2.0 മാറിയപ്പോൾ കുറച്ച് നമ്മൾ വീണ്ടും വന്നല്ലോ, നമ്മൾ എന്ത് ചെയ്താലും വീണ്ടും വീണ്ടും വരും എന്നുള്ളൊരു ചിന്താഗതി അവർക്കുള്ളിലേക്ക് വന്നിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അത് തന്നെയാണ് ആളുകൾ മനസ്സിലാക്കുന്നതെന്നാണ് നമ്മുടെ വിശ്വാസം. VD സതീശൻ സാർ പറയുന്ന ഒരു വലിയൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസാനത്തെ മുഖ്യമന്ത്രിയായിരിക്കും പിണറായി വിജയൻ എന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ ഒരു അധികാരത്തിലേക്ക് കോൺഗ്രസ് വന്നു എന്ന് തന്നെ ഇരിക്കുക, 2026 കോൺഗ്രസ് വന്നു. അതിനുശേഷം ഒരു കാലത്തും ഇനിയൊരു CPM ഭരണസമിതി അല്ലെങ്കിൽ CPM സർക്കാർ നേതൃത്വം നൽകുന്ന ഒരു സർക്കാർ കേരളത്തിൽ ഉണ്ടാവില്ല എന്ന് കരുതുന്നുണ്ടോ? UDFന്റെ സർക്കാർ വരുമ്പോൾ തികച്ചും നമ്മൾ കൂടുതലായിട്ട് പ്രയോറിറ്റി കൊടുക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജനങ്ങളുടെ ക്ഷേമകാര്യങ്ങൾക്കൊക്കെ ആയിരിക്കും. അപ്പം അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ പിന്നീട് വീണ്ടും ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണം വരുന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടതില്ല. ചിലപ്പം ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ആരായിരിക്കും മറ്റൊരു മുഖം? പിണറായി വിജയൻ പോയി കഴിഞ്ഞാൽ വേറെ ആരായിരിക്കും? അവരുടെ പാർട്ടി സംവിധാനങ്ങൾക്കകത്ത് വരുന്ന കാര്യം. ശൈലജ ടീച്ചറിന് സാധ്യതയുണ്ടോ? എനിക്കറിയില്ല. മുഹമ്മദ് റിയാസ് അവരുടെ പാർട്ടി സംവിധാനങ്ങൾക്കകത്ത് വരുന്ന അവരുടെ പാർട്ടി ലീഡർഷിപ്പ് തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മൾ അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല. നമുക്ക് അതിനെക്കുറിച്ച് വലിയ ധാരണയില്ലാത്ത കാര്യമല്ലേ. അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഈ കർണാടക നടന്ന ബുൾഡോസർ രാജ് വളരെ സജീവമായിട്ട് ഇപ്പോൾ കേരളത്തിൽ മൊത്തം ചർച്ച നടക്കുകയാണ്. അത് CPM കൃത്യമായിട്ട് അത് ഏറ്റെടുത്ത് അത് വലിയ രീതിയിലുള്ള പൊളിറ്റിക്കൽ അജണ്ടയ്ക്ക് വേണ്ടി അത് മുന്നിൽ നിർത്തി ഉപയോഗിക്കുന്നതായിട്ടും തോന്നുന്നുണ്ട്. അപ്പോൾ അത് ഒരു മണ്ടത്തരമായിട്ടുള്ള ഒരു പ്രവണതയായി പോയി, അല്ലെങ്കിൽ ഇച്ചിരി കൂടി സാവകാശം കൊടുത്ത് പയ്യെ ചെയ്യേണ്ടിയിരുന്ന ഒരു കാര്യത്തിൽ വലിയ രീതിയിലുള്ള പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയുള്ളൊരു ശ്രമത്തിൻ്റെ ഫലമായി അതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് ഉണ്ടാക്കിയതായിട്ട് തോന്നുന്നു. അതായത് ന്യൂനപക്ഷങ്ങൾ വലിയ സപ്പോർട്ടാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് അത് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന വ്യക്തിയുടെ നിലപാടുമായിട്ടും ബന്ധപ്പെട്ട് കൂട്ടി വായിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതിൽ നിന്നും പിന്നെയും പിന്നോട്ടടിക്കുന്ന ഒരു തീരുമാനമായി പോയി ബാംഗ്ലൂരിൽ നടന്നതെന്ന് തോന്നുന്നുണ്ടോ? അല്ല, അതൊരു സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഡിസിഷനാണ്. അപ്പോൾ അവരൊന്നും കാണാണ്ട് അല്ലെങ്കിൽ മറ്റൊരാശ്രയം മുന്നിൽ കാണാണ്ട് അവരങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല.
പ്രത്യേകിച്ച് കർണാടക സർക്കാർ എന്ന് പറയുമ്പോൾ വളരെയധികം അവിടെയുള്ള ആളുകളെ കൺസിഡർ ചെയ്ത് വരുന്ന ക്ഷേമകാര്യങ്ങൾക്ക് വളരെ നന്നായി പ്രാധാന്യം കൊടുത്തു വന്നിരുന്ന സർക്കാരാണ്. അപ്പോൾ നമ്മൾ അതിൽ അതിനെക്കുറിച്ച് വലിയ ധാരണയില്ലാതെ ഇവിടെ നിന്നൊരു കമൻട്രി പറഞ്ഞു. കാരണം കേരളത്തിൽ ഒന്നും തന്നെ ചെയ്യാൻ പറ്റാത്ത ആളുകളാണ് അവിടെ ചെന്ന് റീൽസും പോസ്റ്റുകളും എല്ലാം ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനൊന്നും വലിയ പ്രയോറിറ്റി ഒന്നും തോന്നിയില്ല. പിന്നെ അവിടെയുള്ള സാഹചര്യം എന്താണെന്ന് നമുക്കറിയില്ല. ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് ഒരു കാര്യവും ഇല്ലാതെ ഒന്നും മുന്നിൽ കാണാതെ അവിടെയുള്ള ആളുകൾക്ക് ഒരു ആശ്രയം ഉണ്ടാകാനുള്ള സാഹചര്യം ഒരുക്കാതെ അങ്ങനെ ചെയ്യുമെന്ന് പിന്നെ നമ്മുടെ AICC വളരെ ശക്തമായി തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. അതിന് കാര്യമായി തന്നെ അത് ഇടപെടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങൾ മുന്നിലേക്ക് പോകുമ്പോൾ നമ്മളതിൽ കൂടുതലായി കമന്റ്സ് പറയണ്ടല്ലോ. അല്ല എങ്കിൽ പോലും രാത്രി വൈകി ഒരു 3:30 മണിക്കൊക്കെ ഇത്രയും തണുത്ത് ഉറഞ്ഞ സമയത്ത് കുഞ്ഞുങ്ങളുമായിട്ട് വെളിയിൽ നിൽക്കേണ്ടി വരുന്ന ഹതഭാഗ്യരായിട്ടുള്ള ആ ഒരു സമൂഹത്തെ നമ്മൾ നോക്കി കാണണ്ടേ? അത് കാണിച്ചത് എന്താണെങ്കിലും ഒരു ക്രൂരതയായി പോയില്ലേ? അല്ല അങ്ങനെ ഈ പറഞ്ഞ പോലെ വ്യക്തിപരമായ ആർക്കെങ്കിലും ഒക്കെ അവിടെ ഉള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് എങ്കിൽ വ്യക്തിപരമല്ലല്ലോ അത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പം ഞാനോ വൈഷ്ണയോ ആരെങ്കിലും നമ്മൾ കുടുംബത്തോട് ജീവിക്കുന്നവരടുത്ത് വന്ന് നമ്മുടെ പാതിരാത്രി വന്ന് പൊളിച്ചു കളഞ്ഞിട്ട് നമ്മൾ കടത്തിണ്ണയിൽ പോയി കിടക്കേണ്ട അവസ്ഥ വരുന്നൊന്ന് ആലോചിച്ചു. അല്ല അത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ അവരുടെ കുടുംബത്തിന് തെറ്റുപറ്റി തിരുത്തി അല്ലേ? കുടുംബത്തിന് പേഴ്സണലി അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് എങ്കിൽ അത് തെറ്റാണ്. പക്ഷെ അത് തിരുത്താനായിട്ടുള്ള തീരുമാനം AICC തന്നെ ആ ഒരു തീരുമാനം വന്നിട്ടുണ്ട്. അത് തിരുത്തുകയും ചെയ്തിട്ടുണ്ട്. നമ്മളതിൽ കൂടുതലായിട്ട് ഇവിടുന്ന് പോയ ആളുകൾ അത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അതൊരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുമ്പോൾ അതൊരു അവരുടെ ഒരു രഹസ്യ അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഇവിടെ സ്വന്തം മണ്ഡലത്തിലും സ്വന്തം നാട്ടിലും ഒക്കെ ഉള്ള ഇത്തരത്തിലുള്ള ആളുകളെ ഒട്ടും തന്നെ കൺസിഡർ ചെയ്യാൻ പറ്റാത്ത ആളുകൾ കർണാടകയിൽ പോയിട്ട് അവർക്ക് തോരാതെയുള്ള വാഗ്ദാനങ്ങൾ നൽകേണ്ട ആവശ്യമില്ലല്ലോ. തീർച്ചയായിട്ടും നമ്മൾ തെറ്റ് പറ്റിയിട്ടുണ്ട് എങ്കിൽ അത് തിരുത്തിയിട്ടുമുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് ഏകദേശം നമ്മുടെ ക്വസ്റ്റ്യൻ പാറ്റേൺ ഒക്കെ അവസാനിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു പോഡ്കാസ്റ്റ് ഒരു രീതിയിലേക്കും കൂടി ഒന്ന് ജസ്റ്റ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ, അതായത് വൈഷ്ണവ് എന്ന് പറയുന്ന വ്യക്തിയെ മുഖ്യധാര മാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ ജനങ്ങൾ ഒരുപാട് കണ്ടു കഴിഞ്ഞു. പക്ഷേ കൂടുതൽ അടുത്തറിയാൻ ഈ ഇൻ്റർവ്യൂവിലൂടെ ജനങ്ങൾക്ക് സാധിക്കണം എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലൊരു സെഗ്മെൻറ്റ് ഇവിടെ ആഡ് ചെയ്യുന്നത്. ആരാണ് വൈഷ്ണ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. എവിടെയായിരുന്നു ജനനം? അല്ല, ജനനം മുട്ടടവാർത്തി തന്നെയാണ്, തിരുവനന്തപുരത്ത് തന്നെയായിരുന്നു. അപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ അച്ഛനും അമ്മയും എല്ലാവരും തിരുവനന്തപുരംകാരാണ്. അച്ഛനും അമ്മയൊക്കെ എന്താ ചെയ്യുന്നത്? അച്ഛൻ മട്ടം SUT ഹോസ്പിറ്റലിൽ വെഹിക്കിൾ സൂപ്പർവൈസർ ആയിരുന്നു. പെൻഷനായി 2 വർഷത്തോളമായി. ഒരു കടയൊക്കെ ആയിട്ട് പോകുന്നു. അമ്മ ഹൗസ് വൈഫാണ്. ഏക മകളാണ് തോന്നുന്നു അല്ലേ? കൂടുതൽ വാത്സല്യം ഇവരിൽ നിന്നും കിട്ടി വളർന്ന ഒരു ബാല്യകാലമായിരിക്കും. അല്ല, വാത്സല്യം ഇപ്പോഴും കിട്ടുന്നുണ്ട്, ഒരാളല്ലേ ഉള്ളൂ. അതെ. അപ്പോൾ പിന്നെ ഞാൻ പഠിച്ചതും എല്ലാം കവടിയാർ നാമലഭവൻ സ്കൂളിലാണ് 10th വരെ. ഹയർ സെക്കൻഡറി സെന്റ് മേരീസിലായിരുന്നു. കോളേജ് കാലഘട്ടം ഡിഗ്രി ചെയ്തത് ഗവൺമെന്റ് വുമൻസ് കോളേജിലാണ്. പ്രസ് ക്ലബിൽ ജേർണലിസം ചെയ്തു. ഇപ്പൊ ലോ അക്കാഡമിയിൽ LLB ചെയ്യുന്നു. അപ്പോൾ ബാല്യകാല ഓർമ്മകൾ എന്തെങ്കിലുമൊക്കെ ഓർത്തെടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഓർമ്മകളൊക്കെ ഉണ്ടോ അച്ഛനും അമ്മയോ ബന്ധപ്പെട്ടോ? ബാല്യകാല ഓർമ്മകൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നാമത്തെ കാര്യം പണ്ടത്തെ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല. പിന്നെ സ്കൂളിങ് സമയത്തൊക്കെ നമ്മൾ സ്കൂളുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഫ്രണ്ട്സുമായി ബന്ധപ്പെട്ട് ഓരോ കാര്യങ്ങൾ, അതിൻ്റെ ഓർമ്മകൾ. പിന്നെ കോളേജിലേക്ക് പോകുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഒരു സാഹചര്യമാണല്ലോ സ്കൂൾ. അങ്ങനെ ഓരോ പ്രായത്തിൻ്റെതായിട്ടുള്ള കാര്യം. സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ എവിടെയായിരുന്നു? ഞാൻ പറഞ്ഞില്ല, ഞാൻ LKG മുതൽ 10th വരെ കവടിയാർ നാമലഭവൻ സ്കൂളിലാണ് പഠിച്ചത്. ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ച വിദ്യാർത്ഥിയാണ്. LKG UKG എന്നുകൊണ്ട് എല്ലാവിധ ഞങ്ങളൊന്നും കണ്ടിട്ടില്ല. LKG UKG ഞങ്ങൾക്ക് നഴ്സറി 1, 2, 3 ഇങ്ങനെ ഞങ്ങൾക്ക് LKG UKG ഒന്നും കിട്ടി. നമ്മളൊക്കെ പാവപ്പെട്ടു, നമ്മളൊക്കെ മറ്റേ മലയാളം മീഡിയത്തിൽ പഠിച്ച പാവപ്പെട്ട സ്റ്റുഡൻസ്. അപ്പോൾ സ്കൂൾ അവിടെയാണ് പഠിച്ചത്. പിന്നെ ഹയർ സെക്കൻഡറി ആയപ്പോൾ ബയോമാക്സ് ആയിരുന്നു സബ്ജക്റ്റ്. പട്ടം സെന്റ് മേരീസിലാണ് പഠിച്ചത്. അപ്പോൾ എങ്ങനെയാണ് ഈ രാഷ്ട്രീയ രംഗത്തേക്ക് അല്ലെങ്കിൽ KSU എന്ന് പറയുന്ന ആ നീലപ്പതാകയോട് പ്രണയം തോന്നിയത് എപ്പോൾ തൊട്ടാണ്? അല്ല, സജീവ രാഷ്ട്രീയ രംഗത്തേക്ക് വരുന്നത് ഇവിടെ നമ്മുടെ ഗവൺമെന്റ് വുമൻസ് കോളേജിൽ ഡിഗ്രിക്ക് അഡ്മിഷൻ എടുത്ത് പോയതിനു ശേഷമാണ്. വുമൻസ് കോളേജിലാണ് പഠിച്ചത്. അപ്പോൾ അവിടെ തന്നെ ചെയർപേഴ്സൺ കാൻഡിഡേറ്റ് ആയിരുന്നു, യൂണിറ്റ് ഭാരവാഹിയായിരുന്നു, യൂണിറ്റ് പ്രസിഡന്റ് ആയിരുന്നു. പിന്നീട് വട്ടിയൂർക്കാവ് നിയോജകമണ്ഡല വൈസ് പ്രസിഡന്റ് ആയിരുന്നു KSUവിന്റെ. ആദ്യം ജനറൽ സെക്രട്ടറി ആയിരുന്നു, പിന്നെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. ഇപ്പൊ ജില്ലാ വൈസ് പ്രസിഡന്റ് ആണ് തിരുവനന്തപുരത്തെ. അപ്പൊ അങ്ങനെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇങ്ങനെ വന്നു. സ്വാഭാവികമായിട്ടും അച്ഛനും അമ്മയും എനിക്ക് തോന്നുന്നു സ്ത്രീകളോട് രാഷ്ട്രീയ പ്രവർത്തനത്തിന് പോകുമ്പോൾ വേണ്ട,
പോകണ്ട, നിനക്കൊന്നും പറ്റിയ മേഖലയല്ല, എന്തായാലും പഠിച്ച് നല്ല മേഖലയിലേക്ക് പോകാൻ നോക്കി. അല്ല, അച്ഛൻ പണ്ടേ കോൺഗ്രസ് അനുഭാവിയാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ അതിൻ്റെ ഒരു ടച്ച് നമുക്കുണ്ടാവുമല്ലോ. അതെ അതെ തീർച്ചയായും. പിന്നെ എൻ്റെ അടുത്ത് അങ്ങനെ രാഷ്ട്രീയം, പിന്നെ ഈ രാഷ്ട്രീയത്തിൽ പലപ്പോഴും ഞാൻ നേരത്തെ ജില്ലാ വൈസ് പ്രസിഡന്റാണ്, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് പല മാർച്ചുകളും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ എല്ലാ പാരൻസിനും ഉണ്ടാവുന്ന പോലത്തെ ഒരു ടെൻഷൻ കാര്യങ്ങളൊക്കെ. കാരണം രാവിലെ ഞാൻ പഠിക്കുന്നതിനൊപ്പം തന്നെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. ടെക്നോ പാർക്കിൽ വർക്കിംഗ്, ജേർണലിസം ചെയ്തപ്പോഴും LLB ചെയ്യുമ്പോഴും എല്ലാം. അപ്പോൾ രാവിലെ ക്ലാസ്സിന് പോവും, വൈകിട്ട് ഓഫീസിൽ പോകും. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കുള്ള സമയത്ത് എന്തെങ്കിലും മാർച്ചോ കാര്യങ്ങളോ വന്ന പരിപാടികൾക്ക് പോകും. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വീട്ടുകാർ കാണൽ വളരെ കുറവാണ്. അപ്പോൾ വീട്ടുകാർ ന്യൂസിലായിരിക്കും കാണുക അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നതും എല്ലാം. അറസ്റ്റൊക്കെ ഒരുപാട് വരിക്കപ്പെട്ടുണ്ടോ? കേസുണ്ടോ? എത്ര കേസുണ്ട്? കേസ് കുറച്ചുണ്ട്. എന്നാലും ഇപ്പോൾ ഇലക്ഷൻ മത്സരിച്ച സമയത്ത് 5 എണ്ണം ഉണ്ടായിരുന്നു. 5 കേസ് ഉണ്ടായിരുന്നു. എല്ലാം പാർട്ടിക്ക് വേണ്ടി ഉണ്ടാക്കിയെടുത്ത കേസുകളാണ്. അപ്പോൾ ഞാൻ ചോദിക്കണമെന്ന് ഓർത്തിക്കുന്ന ഒരു കാര്യമാണ്, ഈ കേസ് നടത്താനുള്ള ഫണ്ട് പാർട്ടി തരുമോ അതോ നമ്മുടെ കയ്യിൽ നിന്നാണ് പോകുന്നത്? സത്യം പറയണം. അല്ല, അത് പാർട്ടിയാണ്. കാരണം പാർട്ടി തന്നെ പാർട്ടിക്ക് വേണ്ടി ഉണ്ടാക്കുന്ന കേസ് കെട്ടുകൾ പാർട്ടി തന്നെ ഒഴിവാക്കി ആളുകൾ തന്നെയാണ്. അല്ല, പലരും കേട്ടിട്ടുണ്ട് കോൺഗ്രസിൽ അങ്ങനെ ഒരു സംവിധാനമില്ല, CPM കേഡർ പാർട്ടിയുണ്ട്, CPM-ൽ അങ്ങനെ ഒരു സംവിധാനം. എനിക്ക് പേഴ്സണലി അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് ഇതുവരെ വന്നിട്ടില്ല. എല്ലാം വന്നിട്ടുണ്ടോ നമുക്ക് അറിയില്ല, പേഴ്സണലി വന്നിട്ടില്ല അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അതുപോലെ തന്നെ ഈ സ്ത്രീപക്ഷ രാഷ്ട്രീയത്തെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? ഈ ഒരു സ്ത്രീപക്ഷ രാഷ്ട്രീയം സ്ത്രീകളെ വളരെ നന്നായി തന്നെ പരിഗണിക്കുന്ന ഒരു ഇലക്ഷൻ വരുമ്പോഴും ഒരു കാൻഡിഡേറ്റ്ഷിപ്പിലേക്ക് പോകുമ്പോൾ സ്ത്രീകളെ വളരെ നന്നായി തന്നെ പരിഗണിക്കുന്ന ഒരു പാർട്ടിയാണ് ഞങ്ങളുടേത്. ഇപ്പൊ തന്നെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലെ 50% വരുന്നത് യങ്സ്റ്റേഴ്സും സ്ത്രീകളും കൂടി ചേർന്ന്. അപ്പൊ അത് തന്നെ പ്രഖ്യാപിക്കാൻ പോകുന്നുണ്ട് അല്ലേ? അത് പുള്ളി സ്റ്റേറ്റ്മെന്റ് പറഞ്ഞല്ലോ. അപ്പൊ ആ ഒരു അനൗൺസ്മെന്റ് തന്നെ വളരെ ശക്തമായിട്ടുള്ള വളരെ വലിയൊരു അനൗൺസ്മെന്റ് ആണ്. പുള്ളി വളരെ പ്രാധാന്യമുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മൾ യങ് ആയിട്ടുള്ള ഒരു സ്ത്രീ കൂടിയാവുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഇനി വരുന്ന തലമുറയ്ക്കായാൽ പോലും വളരെ വലിയ പ്രതീക്ഷകൾ കൊടുക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അങ്ങനെ ഏതെങ്കിലും ഒരു സ്ത്രീ എന്ന രീതിയിൽ ഒരു റോൾ മോഡലായിട്ട് ആരെങ്കിലും രാഷ്ട്രീയത്തിൽ കാണുന്നുണ്ടോ? അല്ല, റോൾ മോഡൽ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എല്ലാവരിൽ നിന്നും പോസിറ്റീവ് സൈഡ്സ് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം കേരളത്തിലെ സ്ത്രീകളെ എടുത്ത്, അതായത് നമ്മുടെ രാഷ്ട്രീയത്തിൽ സജീവമായി നിൽക്കുന്ന സ്ത്രീകളെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ശ്രീ ജമീ മേത്തർ MP ഉണ്ട്. നമ്മളോടൊക്കെ വളരെ വാത്സല്യത്തോടു കൂടി പെരുമാറുന്ന ഒരു ആ ഒരു ക്യാരക്ടറുള്ള ഒരു വനിതയാണ്. അപ്പോൾ ജമീത്ത നമ്മൾ വളരെയധികം നമുക്ക് ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ള ഒരാളാണ്. ബിന്ദു കൃഷ്ണയുണ്ട്. അപ്പോൾ ശ്രീമതി ബിന്ദുവിൻ്റെയൊക്കെ നമുക്ക് വളരെയധികം ഇഷ്ടമുള്ള, നമ്മൾ വളരെ ചെറുപ്പകാലം മുതൽ തന്നെ കണ്ടുവരുന്ന ആളുകളാണ്. അപ്പോൾ ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ രമ്യ ചേച്ചി എൻ്റെ അവിടെ വാർഡിൽ വന്നിട്ട് പോയ ഒരാളാണ്. രമ്യ ചേച്ചി വന്നിരുന്നു. അപ്പോൾ എല്ലാവരും തന്നെ വിരലുണ്ടാവുന്ന നേതാക്കളേ ഉള്ളൂ, ഇങ്ങനെ പറയാൻ 4 പേരുടെ പേരേ ഉള്ളൂ. അല്ല, ഈ വിരലിലുണ്ടാവുന്ന നേതാക്കൾ എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റേറ്റ് വൈഡ് ശ്രദ്ധിക്കപ്പെട്ട ആളുകളാണ് ഈ 4 പേര്. അതിന് കീഴ്ത്തട്ടിലോട്ട് ഒരുപാട് പേരുണ്ട്, ഒരുപാട് പേരുണ്ട്. ശ്രീമതി ദീപ്തി മേരി വർഗീസ് ഉണ്ട്, ഇപ്പോൾ ജയിച്ച ദീപാനിലുണ്ട്. പിന്നെ തിരുവനന്തപുരം നോക്കിക്കഴിഞ്ഞാൽ ലക്ഷ്മി ആൻറ്റിയുണ്ട്, മഹിളാ കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. തിരുവനന്തപുരം മഹിളാ കോൺഗ്രസിന് ജില്ലാ പ്രസിഡന്റ് ഗായത്രി. ഇതുപോലെ ഒരുപാട് വനിതകൾ, ഒരുപാട് വിരലിലുണ്ടാവുന്നവരല്ല, ഒരുപാട് വനിതകളുള്ള ഒരു പാർട്ടിയാണ്. അതുപോലെ തന്നെ ഇത്തരത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടക്കുന്നതിൻ്റെ അവസ്ഥയിൽ ഇടി അടി ഒക്കെ കിട്ടേണ്ട ഒരു സാഹചര്യം, മർദ്ദനം വെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വരുന്നതിന് ഒരു 1.5 ആഴ്ച മുമ്പ് ഞാൻ പട്ടായ സീറ്റിൽ അഡ്മിറ്റ് ആയിരുന്നു. ഒരു 2 ദിവസത്തോളം. എന്തായിരുന്നു? എനിക്ക് മാർച്ചിനിടയ്ക്ക് നടുവിന് ചെറിയൊരു പരിക്ക് പറ്റിയിട്ട്. എന്താ സംഭവിച്ചത്? ജലവീരങ്കി അടിച്ചതിന്റെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. നടു ബെൻഡായി പോയിട്ടൊരു വിഷയം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ ആയുർവേദ ട്രീറ്റ്മെന്റിലേക്ക് പോയി എല്ലാം കറക്റ്റ് ചെയ്തെടുത്തു. അപ്പോൾ ഇതേപോലെ എനിക്ക് മാത്രമല്ല, ഇതേപോലെ ഒരുപാട് ഫിസിക്കലി ഒരുപാട് നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പിന്നെ കുറവാന്ന് തോന്നുന്നു, സ്ത്രീകൾക്ക് കുറവാന്ന് തോന്നുന്നല്ലേ ഫിസിക്കലി? കാരണം എതിർ പാർട്ടികളിൽ നിന്നുള്ള അക്രമങ്ങൾ കുറവല്ലേ? അല്ലേ, കുറവാണ്. പുരുഷന്മാർക്ക് അത് കിട്ടുന്നത്. തീർച്ചയായും നമ്മൾ കേരളത്തിലുള്ള ജനങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും വരുമ്പോൾ റെസ്പോണ്ട് ചെയ്യുന്നത്, റിയാക്ട് ചെയ്യുന്നത്. ആ സമയത്ത് നമ്മൾ നമ്മുടെ ആരോഗ്യവും എനിക്ക് കാല് വയ്യല്ലോ, എനിക്ക് തല വയ്യ, അങ്ങനെ നമ്മൾ ആലോചിക്കില്ല. നമ്മൾ അത് നന്നായി തന്നെ ഒരു പരിപാടി നടക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പം അതിൽ നമുക്ക് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കാറില്ല എന്ന് തന്നെ പറയണം. അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ട്, ഫിസിക്കൽ ബുദ്ധിമുട്ടുകൾ, ഫിസിക്കലി ഉള്ള വയ്യായ്മകൾ, കാലിലും തല പൊട്ടിയ ആളുകളുണ്ട്. അപ്പം അതെല്ലാം ഫേസ് ചെയ്യുന്ന ഒരുപാട് പേര് പാർട്ടിക്കകത്തുണ്ട്. അപ്പോൾ എന്താണെങ്കിലും വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം കാഴ്ചവെച്ച്
ജീവിതത്തിൽ ഉയർന്ന വിജയം നേടാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുമ്പോൾ തന്നെ ഞാൻ എല്ലാവർക്കും കൊടുക്കുന്നൊരു സെഗ്മെൻ്റ് ഉണ്ട്, പിക്കപ്പ് പണ്ണെന്ന് പറഞ്ഞൊരു സെഗ്മെൻറ്റാണ്. ഇവരൊക്കെ പറയുന്ന ആ സെഗ്മെൻറ്റ് ഇച്ചിരി ഓവറല്ലേ എന്നാണ് ചോദിക്കുന്നത്. പക്ഷേ അത് ഓവറല്ല, അത് കാണാൻ വേണ്ടി ആൾക്കാർ വെയിറ്റ് ചെയ്യുമെന്നുള്ള വിശ്വാസത്തിലാണ് ഞാനിപ്പോൾ 4ാമത്തെ ആളോടാണ് ഈ സെയിം സെഗ്മെൻറ്റ് തന്നെ ചോദിക്കുന്നത്. ഇല്ല പണിയൊന്നുമില്ല, പിക്കപ്പ് പൺ വളരെ സിമ്പിൾ സാധനമാണ്. അതിൻ്റെ അകത്ത് ഒരെണ്ണം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഒരു 10 ക്വസ്റ്റ്യൻ അല്ല, അത് ഒരെണ്ണം തിരഞ്ഞെടുക്കാൻ, അത് വിശദീകരിക്കൊന്നും വേണ്ട. 2 or 3 പേരുടെ പേര് പറയും, അതിൻ്റെ അകത്ത് ഒരെണ്ണം സെലക്ട് ചെയ്യുക. നമ്മൾ ഈ വൈൻഡപ്പ് ചെയ്ത് നമ്മളത് അവസാനിപ്പിക്കുക. അച്ഛൻ ഓർ അമ്മ? അച്ഛൻ കുട്ടിയാണല്ലേ. ജഗതി ശ്രീകുമാർ ഓർ ഇന്നസെന്റ്? ജഗതി ശ്രീകുമാർ. ഹരിശ്രീ അശോകൻ ഓർ സലീം കുമാർ? ഹരിശ്രീ അശോകൻ. മണിക്കുട്ടൻ ഓർ രജിത് സാർ ഓർ അഖിൽ മാരാർ? അഖിൽ മാരാറിന് ഇഷ്ടമാണ് അല്ലേ. ശോഭന ചേച്ചി ഓർ ഉർവശി? ശോഭന ചേച്ചി. ചിത്ര ചേച്ചി ഓർ സുജാത ചേച്ചി? ചിത്ര ചേച്ചി. റിമി ടോമി ഓർ മഞ്ജിരി? ദാസേട്ടൻ ഓർ ജയേട്ടൻ ഓർ MG ശ്രീകുമാർ? സമയം എടുക്കരുത്. MG ശ്രീകുമാർ. കൊച്ചി ഓർ കാലിക്കറ്റ് ഓർ ട്രിവാൻഡ്രം? രാഹുൽ ഗാന്ധി ഓർ നരേന്ദ്രമോദി? പറയേണ്ട ആവശ്യം. VS ഓർ OC? ഉമ്മൻചാണ്ടിയാണോ VS ആണോ? ഉമ്മൻചാണ്ടി സാർ. പിണറായി, VD, രാജീവ് ചന്ദ്രശേഖർ? VD, KC, RC? അയ്യോ, അപ്പർ ഹെഡ് ആണെന്നുള്ള കേസി ഇരുന്നോട്ടെ. KC പക്ഷേ ആണല്ലേ? അല്ലല്ല, ഒരിക്കലും അല്ല. ഇൻസ്റ്റ ഓർ FB ഓർ യൂട്യൂബ്? ഇൻസ്റ്റ. ട്രഡീഷണൽ ഓർ വെസ്റ്റേൺ? പണം ഓർ സൗഹൃദം? നൈറ്റ് ലൈഫ് ഓർ ഡേ ലൈഫ്? നെഗറ്റീവ് ഓർ പോസിറ്റീവ്? WCC ഓർ അമ്മ? WCCന് വലിയ താല്പര്യമില്ലായ്മയൊന്നുമില്ല. കൂടുതൽ ഇഷ്ടം അമ്മയോടാണ് അല്ലേ. സിനിമ ഓർ സീരിയൽ? അപ്പോൾ നമ്മുടെ 1.5 മണിക്കൂർ നീണ്ടുന്ന വലിയ ഒരു യുദ്ധം അവസാനിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്താണ് അവസാനമായി പ്രേക്ഷകരോട് പറയാനുള്ളത്? അല്ലേ, പറയുമ്പോൾ നമ്മൾ വളരെ വലിയ രാഷ്ട്രീയ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ കേരളത്തിലുള്ള ആളുകൾ, രാഷ്ട്രീയക്കാരിയായിട്ടാണ് പറയണത് കേട്ടോ ഇങ്ങനെ, തീർച്ചയായിട്ടും അവർക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു മാറ്റം വന്നാൽ മാത്രമേ, ഒരു പൊളിറ്റീഷ്യൻ എന്നുള്ളതിൽ ഉപരിയായിട്ട് അവരോടൊപ്പം നിൽക്കുന്ന ഒരാളെന്നുള്ള രീതിക്ക് പറയുകയാണ്, കേരളത്തിൽ ഇനിയെങ്കിലും ഒരു മാറ്റം വന്നില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടായി തീരും. അത്തരം മാറ്റത്തിലൂടെ തന്നെ നമുക്ക് ഈ ഒരു മെയ് കഴിയുമ്പോൾ പോകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ആ ഒരു മാറ്റം പ്രതീക്ഷിച്ചുകൊണ്ട് അപ്പോൾ ഒരുപാട് നന്ദി. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു MLA ആയി, ഒരു മന്ത്രിയായി സജീവമായിട്ട് രാഷ്ട്രീയ രംഗത്ത് ഇങ്ങനെ നിലനിന്ന് പോകാനും, എപ്പോഴും ഇങ്ങനെ ഒരു പോസിറ്റീവ്, ഒരു എന്താ പറയുക, യൂത്തിൻ്റെ ഐക്കണായി. പിന്നീട് യൂത്തൊക്കെ മാറും, കുറച്ച് പ്രായമാകുന്നതോടെ യൂത്തൊക്കെ പോകുമല്ലോ. അപ്പം മന്ത്രിയായും MLA ആയും ഇങ്ങനെ വലിയ 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 അധികാര സ്ഥാനങ്ങളിലേക്ക് എത്താനുള്ള എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു, എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്.